ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ നിഷ കൃഷ്ണൻ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബോഡി ക്ലൻസിങ്ങിലെ മൂന്നാമത്തെ ഡേ പ്രാക്ടീസ് ആണ്. ഇന്ന് നമ്മൾ മൈൻഡിനെ ഒന്നുകൂടെ സ്ട്രോങ് ആക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് പ്രാക്ടീസിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ ഓം ചാണ്ടിങ് തുടങ്ങിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓ മെല്ലെ കണ്ണുറക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മൈൻഡിനെ ഒന്നുകൂടെ സ്ട്രോങ് ആക്കാനുള്ള ഒരു എക്സസൈസ് ആണ്. അതായത് നമ്മൾ ഒരു കാര്യം ജീവിതത്തിൽ ഏറ്റവും നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം, നിങ്ങൾക്ക് എന്തോ ആവാം, സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസീസസ് ആവാം, ഇല്ലെങ്കിൽ ഒരു ആള് നിങ്ങളെ കുറ്റം പറയുന്നതാവാം, ഒരാൾ നിങ്ങളെ ചീത്ത വിളിക്കുന്നതാവാം, അങ്ങനെ എന്ത് സാഹചര്യമാവാം. അങ്ങനെ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നൊരു ബിഹേവിയർ ഒരാൾ ചെയ്യാണ്. അവിടെ നിങ്ങൾ സ്ട്രോങ് ആയി നിൽക്കുന്നതായിട്ട് കാണാം. നിങ്ങളുടെ മനസ്സ് തളരാതെ നിങ്ങളൊരു ചിരിയോടുകൂടി അതിനെ എതിരേൽക്കുന്നതായിട്ട് കാണും. നിങ്ങൾ കൂടുതൽ കൂടുതൽ സ്ട്രോങ് ആവുന്നതായിട്ട് കാണും. അതിനുശേഷം മെല്ലെ കണ്ണു തുറക്കുക. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, അതായത് ഇഷ്ടപ്പെട്ട ടൂറാവാം, ഇഷ്ടപ്പെട്ട ഒരു ബിസിനസ് ആവാം, അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ ഉള്ളൊരു ആഗ്രഹം സാധിക്കുന്നതായിട്ട് കാണാം. എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുന്നതായിട്ട് കാണാം. അത് വിവിഡായിട്ട് സ്വപ്നം കാണാം. നിങ്ങളൊരു ബിസിനസ് ഓൺ ചെയ്യുന്നതാവാം, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കഴിവ് പ്രകടിപ്പിക്കുന്നതാവാം, നിങ്ങൾ എന്തൊക്കെയാണോ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അതൊക്കെ നിങ്ങൾ ചെയ്യുന്നതായിട്ട് കാണും. നിങ്ങളൊരു കടലിന് ബീച്ചിൽ പോകുന്നതാവാം, എന്നിട്ട് അവിടുത്തെ കാര്യങ്ങൾ ആസ്വദിക്കുന്നതാവാം, അങ്ങനെ എന്തും ആവാം. അത് കഴിഞ്ഞ ശേഷം മെല്ലെ കണ്ണു തുറക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ എനർജി വർക്ക് ചെയ്യാണ്. കുറച്ച് നിങ്ങൾക്ക് കാമായിട്ടുള്ള കുറച്ച് എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണാം. നിങ്ങളുടെ സിസ്റ്റം ഇതായി കുറച്ച് കാമായിട്ട് എനർജി, അതായത് കൂടുതൽ എനർജീസ് വരുന്നതായിട്ട് കാണാം. ശരീരം മുഴുവൻ എനർജി വന്ന് നിറയുന്നതായിട്ട് കാണാം. നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഇംപ്രൂവ് ആവുന്നതായിട്ട് കാണാം. ഈ എനർജി അത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത, നിങ്ങൾക്ക് വേദനയൊന്നും തരാത്ത, ഒരു തരം മഞ്ഞ് വന്നു വീണാൽ അങ്ങനത്തെ സുഖമൊക്കെ ശരീരത്തിന് തരുന്ന രീതിയിലുള്ള എനർജി നിങ്ങളിലേക്ക് വന്ന് നിറയുന്നതായിട്ട് കാണാം. മെല്ലെ കണ്ണു തുറക്കാം. ഇനി നിങ്ങൾ ശ്വസിക്കുമ്പോൾ, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നിങ്ങളുടെ പീസും സന്തോഷവും വന്ന് നിറയുന്നതായിട്ട് കാണും. പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങളിലുള്ള നെഗറ്റീവ് എനർജികളൊക്കെ പോകുന്നതായിട്ട് കാണും. നല്ല കണ്ണു തുറക്കുക. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ഒരു
പ്രതിജ്ഞ എടുക്കുകയാണ്. അഫർമേഷൻസ് എന്ന് പറയും. ഒന്നാമത്തെ കാര്യം, ഞാൻ എൻ്റെ ലൈഫിൽ ഒരിക്കലും പരാജയം അംഗീകരിക്കില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, എൻ്റെ ഡ്രീമിന് വേണ്ടി ഞാൻ വർക്ക് ചെയ്യും എന്നുള്ള ഒരു അഫർമേഷൻ എടുക്കുക. മൂന്നാമത്തെ കാര്യം, ഓരോ ദിവസവും ഓരോ പുതിയ അവസരമാണ്, അതെന്നും ഞാൻ മനസ്സിലാക്കും, അതിനനുസരിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്റ്റെപ്പുകൾ എടുക്കും എന്നുള്ള 3 അഫർമേഷൻസ് എടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയാം. നിങ്ങളോട് തന്നെ, അത് കാരണം അത് അച്ചീവ് ചെയ്തത് നിങ്ങളാണ്. അപ്പോൾ നിങ്ങളോട് തന്നെ നന്ദി പറയുക. അത് അങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലുള്ള സൗഭാഗ്യങ്ങളെ കുറിച്ച് ഓർക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഇനി നമ്മൾ മെല്ലെ നമ്മുടെ ബോഡീനെ ബോഡിയിൽ വന്നിട്ടുള്ള മാറ്റം ഒന്ന് ശ്രദ്ധിക്കാം. എന്തെങ്കിലും പാസ്റ്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളെ ഹോണ്ട് ചെയ്യാന്ന് വെച്ചാൽ ജസ്റ്റ് ഫോർഗിവ് ചെയ്യുക നിങ്ങളുടെ സെൽഫ്. കാരണം തെറ്റുകൾ മനുഷ്യ സഹജമാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് പൊറുക്കുക. എന്നിട്ട് മെല്ലെ കണ്ണു തുറക്കുക. ഇന്നത്തെ പ്രാക്ടീസ് ഇത്രയേ ഉള്ളൂ. ഇത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ആശ്വാസം കിട്ടും, നല്ല ബെനിഫിറ്റ് ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യാം.